നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അതെ, നിങ്ങൾ എന്തിനാ ഇവിടെ വന്നത്? നിന്നെ കാണാനാ വന്നത്. എനിക്ക് നിങ്ങളെ കാണണ്ട. പക്ഷേ എനിക്ക് നിന്നെ കാണാതെ പറ്റില്ലല്ലോ. എന്തിനാ നിങ്ങൾ എന്റെ പിന്നാലെ നടക്കുന്നേ? നീ എന്റെ കൂടെ വരണം. നിന്റെ അച്ഛൻ നിന്റെ കാര്യങ്ങൾ എന്നെ വിശ്വസിച്ച് ഏൽപ്പിച്ചിരിക്കുക. എന്റെ അച്ഛന് എന്റെ അമ്മയെക്കാളും നിങ്ങളെയാണോ വിശ്വാസം? നിങ്ങൾ കാരണം എന്റെ അമ്മ മരിച്ചു, എന്റെ അച്ഛൻ ജയിലിലായി. ഇപ്പൊ എന്നെ കൊണ്ടുപോയി നിങ്ങൾ വന്നിരിക്കുന്നു. എന്നാ നിങ്ങളുടെ ഉദ്ദേശം? എനിക്ക് പ്രത്യേകിച്ച് ഒരു ഉദ്ദേശമില്ല മോളെ. നിന്റെ അച്ഛൻ ജയിലിൽ നിന്ന് മടങ്ങി വരുന്നവരെ നിന്റെ സംരക്ഷണം എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. അതിന് നിങ്ങൾ എന്റെ ആരാ? ആരുമല്ല. ഞങ്ങളുടെ കുടുംബം തകർത്തിട്ട് നാണമില്ല ഇങ്ങനെ വന്ന് നിൽക്കാൻ. ഞാൻ നിനക്ക് എന്ത് ദ്രോഹം ചെയ്തേ? ഇതുവരെ ഒരിക്കലും തമ്മിൽ കണ്ടിട്ടില്ലാത്ത എന്നോട് എന്തിനാ ഇത്ര വിരോധം? ഞാനാണ് നിന്റെ അമ്മയുടെ മരണത്തിന് ഉത്തരവാദിന്ന് നിനക്ക് എങ്ങനെ അറിയാം? ദേ, നീ വിചാരിച്ചു കൂട്ടുന്നതെല്ലാം തെറ്റാണ്. നീ എന്തൊക്കെ പറഞ്ഞ് എന്നോട് വഴക്കുണ്ടാക്കിയാലും നിന്നെ ഇവിടെ ഉപേക്ഷിച്ചു പോവാൻ എനിക്ക് സാധിക്കില്ല. നീ എന്നെ സ്നേഹിക്കണം ബഹുമാനിക്കണം എന്നൊന്നും ഞാൻ പറയില്ല. എന്നെ അപമാനിച്ചാലും കുഴപ്പമില്ല. നിന്റെ അച്ഛന് ഞാൻ കൊടുത്ത വാക്ക് പാലിക്കാൻ നീ എന്റെ കൂടെ വന്നേ പറ്റൂ. ഞാൻ ഈ ഫ്ലാറ്റിലെ അസോസിയേഷനിലെ പ്രസിഡന്റാ. വരണം സാർ. മനസാക്ഷിയെ ഞെട്ടിച്ചൊരു സംഭവമാണ് ഇവിടെ നടന്നിരിക്കുന്നത്. ഇവിടെ ഉള്ളവരെല്ലാരും പരാതിയും പറയുന്നുണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് എനിക്ക് ഫ്ലാറ്റ് ഒഴിഞ്ഞു കിട്ടണം. കുട്ടി, ഈ ഫ്ലാറ്റ് ഇപ്പൊ തന്നെ ഒഴിഞ്ഞു പോയേ പറ്റൂ. പ്രായപൂർത്തി പോലും ആയിട്ടില്ലാത്ത ഈ കുട്ടി ഈ രാത്രി എങ്ങോട്ട് പോവാനാ? അതെന്റെ വിഷയമല്ല. നിങ്ങൾ ഈ കുട്ടിയുടെ ബന്ധുവാണെങ്കിൽ ഈ കുട്ടി ഇപ്പൊ തന്നെ വിളിച്ചോണ്ട് പോകൂ. ഞാൻ ജനിച്ചപ്പോ മുതൽ ഇവിടെയാ. ഇതെന്റെ വീടാ. ഞാൻ എവിടേക്കും പോവില്ല. എന്നാ പിന്നെ എനിക്ക് മറ്റു വഴികൾ നോക്കേണ്ടി വരും. ഈ ഒരു രാത്രി കൂടി കഴിഞ്ഞോട്ടെ സാർ. നേരം പുലരുമ്പോ ഞാൻ ഇവിടെ കൊണ്ടുപോയിക്കോളാം. നിങ്ങൾ പറഞ്ഞതുകൊണ്ട് ഇന്ന് ഈ ഒരു രാത്രി ക്ഷമിക്കാം. നാളെ രാവിലെ ഫ്ലാറ്റ് ഒഴിഞ്ഞിരിക്കണം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.